السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ ഔദാര്യമായി കനിഞ്ഞു നൽകിയ ഒന്നാണ് ഈമാൻ എന്നുള്ളത്. ഈമാൻ എന്നത് ഇഹലോകത്തും പരലോകത്തും ഒരടിമക്ക് അവൻ്റെ ഹൃദയത്തിന് എല്ലാവിധ ഉയർച്ചയും സ്ഥാനവും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറ്റുള്ള എല്ലാറ്റിനേക്കാളും നമുക്കേറ്റവും പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ജീവിത ലക്ഷ്യമാണ് അൽ ഈമാൻ എന്നുള്ളത്. ദുനിയാവിലും ആഖിറത്തിലും എല്ലാ പ്രതാപത്തിനും എല്ലാ വിജയത്തിനും കാരണമാണ് സഹോദരങ്ങളെ ഈമാൻ എന്നുള്ളത്. ആ ഈമാൻ ഉൾക്കൊണ്ടവർക്ക് മാത്രമാണ് അള്ളാഹു ഒരുക്കിവെച്ച ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള സ്വർഗം, ആ സ്വർഗത്തിലെ സുഖങ്ങളും സുഖാനുഭൂതികളും സൗകര്യങ്ങളും ഉന്നതമായ പദവികളും സ്ഥാനങ്ങളുമെല്ലാം മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്, വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. ആ ഈമാനാണ് ഒരടിമയെ നരകശിക്ഷയിൽ നിന്നും നരകത്തീയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. നരകത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മെ രക്ഷപ്പെടുത്താനുള്ള ഒന്നാമത്തെ കാരണം ഈമാനാണ്. ഈ ഈമാനുള്ളവർക്ക് മാത്രമാണ് സ്വർഗത്തിലെ ഏറ്റവും സുഖാനുഭൂതിയായ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന കാര്യം ലഭിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും യൗമൽ ഖിയാമത്തി കമാ തറൗന ഹാദൽ ഖമറ ലാ തുളാമൂന ഫീ റുയതിഹി. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ റബ്ബിനെ നിങ്ങളിതാ ഈ പൂർണ്ണ ചന്ദ്രനെ എത്ര വ്യക്തമായിട്ടാണോ കാണുന്നത് അതുപോലെ കണ്ടുമുട്ടും. നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ട്, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കൺകുളിർക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് പ്രിയമുള്ളവരെ ഈമാനുള്ളവർക്ക് മാത്രമാണ്. എന്നാൽ ഈമാൻ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അങ്ങേയറ്റത്തെ ശിക്ഷയും നരകത്തിലെ കത്തിജ്വലിക്കുന്ന തീയും ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിന്ദ്യതയും അപമാനവും ശിക്ഷയുമാണ് അള്ളാഹുവിനെ കാണാൻ അവർക്ക് സാധിക്കുകയില്ല. കല്ല, അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ.
തീർച്ചയായും അവർ സത്യനിഷേധികൾ, ഈമാനില്ലാത്തവർ, അവരെ തൊട്ട് അവരുടെ റബ്ബിനെ മറയിടപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി നൽകിയതാണ് ഈ ഈമാൻ എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ ഫദ്ലൻ മിനല്ലാഹി വനിഅമ വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രിയങ്കരമാക്കി തന്നത്. ഈമാൻ ഉൾക്കൊള്ളാനും അതിൽ നിലകൊള്ളാനും അത് സ്വീകരിക്കാനും അല്ലാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് അതിനോട് ഇഷ്ടമുണ്ടാക്കി തന്നു. നമുക്കാർക്കും പരമ്പരാഗതമായി കിട്ടിയതല്ല. എങ്ങനെ പോയാലും നമ്മൾ കയ്യിലെത്തും എന്ന് നമ്മൾ ആരും ധരിച്ചു പോകരുത്. അല്ലാഹു നമുക്കത് നൽകിയത് കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അല്ലാഹു പറയുന്നു, വസയ്യനഹു ഫീ ഖുലൂബിക്കും. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈമാനിനെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അലങ്കാരമാക്കി തന്നത്. ഈമാൻ കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ അലങ്കരിച്ചു. അതേപോലെ തന്നെ നേരെ തിരിച്ചു, വകറഹ ഇലൈക്കുമുൽ കുഫ്ർ. ഈമാനിൻ്റെ നേർവിരുദ്ധമായ വിപരീതമായ കുഫ്റിനോട് അല്ലാഹു അനിഷ്ടമുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി. അതിലേക്ക് ചെന്നു പതിക്കുന്നത് അതിനേക്കാൾ നല്ലതാണ് മരിച്ചു പോവുക എന്നതാണ് ഒരു മുഅ്മിൻ ചിന്തിക്കുക. അത്ര കടുത്ത കാര്യമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കുഫ്റിൽ അകപ്പെട്ടു പോവുക എന്നുള്ളത്. വൽ ഫുസൂഖ്, അധർമ്മം, അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്നതിനെ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തന്നു. വൽ ഇസ്യാൻ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് പാപങ്ങളെ തൊട്ട് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് അനിഷ്ടമുണ്ടാക്കി തന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഉലൈക ഹുമുർ റാഷിദൂൻ. ഈ മഹത്തായ സൗഭാഗ്യം അള്ളാഹു നൽകിയവരാരോ അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. ഈമാനിനോട് പ്രിയമുള്ളവർ, ഹൃദയത്തിനത് അലങ്കാരമായി സ്വീകരിച്ചവർ, കുഫ്റിനോടും അധർമ്മത്തോടും പാപങ്ങളോടും വെറുപ്പുള്ളവർ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. അള്ളാഹു ശേഷം പറഞ്ഞു, ഫദ്ലൻ മിനല്ലാഹി വനിഅമ. ഇതെല്ലാം കിട്ടിയത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ്. നമ്മളാരും സ്വയം നേടിയതല്ല. ഈമാൻ എന്നത് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുതന്ന അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു, അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും ജീവിത വിശുദ്ധി പാലിക്കുകയില്ല. നിങ്ങൾക്കൊരാൾക്കും ഈമാൻ ഉൾക്കൊള്ളാനോ ജീവിതം നന്നാക്കാനോ സാധിക്കുകയില്ല. അള്ളാഹു നൽകിയതാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവുമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആമുഖമായി ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈമാൻ എന്നത് അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതകൾ പഠിക്കുമ്പോഴാണ് അതെന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഈമാനിൻ്റെ ശ്രേഷ്ഠതകൾ അനേകമാണ്. ആ ശ്രേഷ്ഠതകളിൽ ചിലതാണ് എന്നോടെന്നതുപോലെ സൂചിപ്പിക്കാനുള്ളത്. ഈമാൻ, സഹോദരങ്ങളെ, അതിൻ്റെ ഒന്നാമത്തെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് ഈമാൻ എന്നത് കേവലം ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതോ
അതല്ലെങ്കിൽ ഓരോരുത്തർക്കും തോന്നിയതുപോലെ കെട്ടിപ്പടുത്തതോ അല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന അവൻ്റെ റസൂലിലൂടെ അതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അറിയിച്ചു തന്ന മഹത്തായ ഒരു ആദർശമാണ് ഈമാൻ എന്നുള്ളത്. അത് അടിയുറച്ച, ഭൂമിയിൽ ആഴത്തിൽ വേരുറച്ച വലിയൊരു വൃക്ഷം പോലെയാണത്. അതിൻ്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത 6 കാര്യങ്ങൾ. അതാണ് ഉസൂലുൽ ഈമാൻ, ഈമാനിൻ്റെ 6 അടിസ്ഥാനങ്ങൾ. ആ 6 അടിസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്നത് അത് ആഴത്തിൽ വേരുറച്ച മഹത്തായ ഒരു ആദർശമാണ്. അതിലൊന്നാമത്തേത് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാനാണ്. മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ ആരെയാണോ ആരാധിക്കുന്നത് ആ റബ്ബിനെക്കുറിച്ചുള്ള വിശ്വാസം. കാണുന്നതിനെക്കുറിച്ച് ആരാധിക്കുക, തോന്നിയതുപോലെ എന്തിനെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുക, ആരുടെയെങ്കിലും അടിമകളായി തീരുക എന്നതല്ല യഥാർത്ഥ ഈമാൻ. മറിച്ച് പ്രപഞ്ച സൃഷ്ടാവായ ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെയാണ് ഒരു മുഅ്മിൻ ആരാധിക്കുന്നത്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഈമാനിൻ്റെ ഒന്നാമത്തെ അടിത്തറ. വലിയ കാര്യമാണത്, മഹത്തരമായ ആദർശമാണത്. അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ റസൂലുകളിലുള്ള വിശ്വാസം, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിലുള്ള വിശ്വാസം, ഇത് മഹത്തായ ആദർശമാണ്. ഈമാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണിത്. ഇത് കൃത്യമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഖിയാമത്ത് നാൾ വരെ ഇതിൽ മാറ്റമുണ്ടാവുകയില്ല. ഒരു 5-6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് പുതിയൊരു പുസ്തകം എഴുതുക, എന്നിട്ട് വിശ്വാസത്തിൻ്റെ അടിത്തറകൾ മാറ്റി എഴുതുക, സംഭവിക്കുകയില്ല. ആദ്യത്തെ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മനുഷ്യരുടെ ഉപ്പ, നമ്മുടെ ഉപ്പ, അദ്ദേഹം വിശ്വസിച്ച ഈമാൻ, അഖീദ എന്താണോ അതാണ് ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോരുത്തരും വിശ്വസിക്കുന്നത്. ഇത് ഈ ഈമാനിൻ്റെ പ്രത്യേകതയാണിത്. ലോകത്തൊരു പ്രത്യയശാസ്ത്രത്തിനും ഒരാദർശത്തിനും ഇത് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ഇസ്ലാം അല്ലാത്ത ഏത് ആദർശമുണ്ടോ പിൽക്കാലത്തത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഈമാൻ എന്നത്, അള്ളാഹു പഠിപ്പിച്ച ഈമാൻ എന്നത്, യഥാർത്ഥ വിശ്വാസം എന്നത് അടിയുറച്ച ആദർശമാണ്. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ ഈമാനിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. നമ്മൾ എന്തെങ്കിലും തോന്നിയതുപോലെ വിശ്വസിക്കുന്ന വിശ്വാസികളല്ല. നമ്മുടെ വിശ്വാസത്തിന് അടിത്തറയുണ്ട്. ആരിൽ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, ഏത് രൂപത്തിൽ വിശ്വസിക്കണം, എന്താണ് ഇതിൻ്റെ പ്രമാണങ്ങൾ, ഇതിനെല്ലാം പ്രമാണങ്ങളുണ്ട്. കൃത്യമായ വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരണങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ ഈമാനിൻ്റെ പ്രത്യേകത എന്നത് സഹോദരങ്ങളെ, ഈമാനിന് ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കേണ്ട 6 അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് തൊട്ടു മുന്നേ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ആ ഈമാനിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ അത് ഈമാനിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഈമാനിൻ്റെ ഭാഗമായ കാര്യമാണ്. അതിൽപ്പെട്ടതാണ് ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ട 5 കാര്യങ്ങൾ. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം പടുത്തുയർക്കപ്പെട്ടത് 5 കാര്യങ്ങൾക്ക് മീതെയാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു,
ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സത്യസാക്ഷ്യം നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം. വ ഇഖാമിസ് സ്വലാഹ്, രണ്ടാമത്തത് 5 നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തലാണ്. മൂന്നാമത്തത് വ ഈതാഇ സകാത്ത് കൊടുത്തു വിടലാണ്. നാലാമത്തത് വസൗമി റമളാൻ, റമളാനിലെ നോമ്പനുഷ്ഠിക്കലാണ്. അഞ്ചാമത്തത് ഹജ്ജ് കർമ്മമാണ്. ഈ 5 കാര്യങ്ങളും ഈമാനിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. വഫ്ദു അബ്ദുൽ ഖൈസ് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശത്തിൽ കാണാം, ആമുറുക്കും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹു, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാൻ ഞാനിതാ നിങ്ങളോട് കൽപ്പിക്കുന്നു. അതദ്റൂന മൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാൻ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 5 കാര്യങ്ങൾ, ഷഹാദത്തും നിസ്കാരവും സകാത്തും നോമ്പും തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. വഫ്ദു അബ്ദുൽ ഖൈസ് എന്ന പേരിൽ ഹദീഥു വഫ്ദി അബ്ദുൽ ഖൈസ് എന്ന പേരിൽ ഈ ഹദീസ് പ്രസിദ്ധമാണ്. സഹോദരങ്ങളെ, ഇതിൽ വ്യക്തമാണ് ഈമാൻ എന്നാൽ വിശ്വാസമാണ്, അതോടൊപ്പം പ്രവർത്തനങ്ങളുമുണ്ട്. ഇത് ഈമാനിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പ്രകടമാകണം. അതാണ് ഈമാൻ. പല ആളുകളും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്, ഈമാൻ അത് ഹൃദയത്തിലല്ലേ, പുറത്തേക്ക് കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. അള്ളാഹു നോക്കുക ഹൃദയത്തിലേക്കല്ലേ, ഈമാൻ ഹൃദയത്തിൽ പോരെ, 1/2 ഇഞ്ചിലാണോ 1 ഇഞ്ചിലാണോ ഇസ്ലാം ഉള്ളത്, ഈമാൻ ഉള്ളത് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. ചില സുന്നത്തുകളെക്കുറിച്ച് പറഞ്ഞാൽ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സമൃദ്ധമായി താടി നീട്ടണം വളർത്തണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ കാര്യത്തിലാണോ, ഇതാണോ അള്ളാഹു നോക്കുക? അള്ളാഹു ഹൃദയത്തിലേക്കല്ലേ നോക്കുക എന്ന് പല ആളുകളും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരാളുടെ ഈമാൻ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പ്രകടമാകണം. അത് ഈമാനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഈമാൻ എന്നാൽ വിശ്വാസമാണ്, കർമ്മങ്ങളാണ്, ആചാരാനുഷ്ഠാനങ്ങളാണ്. അതുപോലെ സഹോദരങ്ങളെ, മൂന്നാമത്തെ ഈമാനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈമാൻ എന്നത്, നേരത്തെ പറഞ്ഞു, ഭൂമിയിൽ ആഴത്തിൽ വേരുറച്ച ഒരു മരത്തിൻ്റെ ഉദാഹരണമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണത്. അസ്ലുഹാ സാബിതുൻ, ആ മരം, അതിൻ്റെ അടിവേര് ഭൂമിയിൽ ഉറച്ചതാണ്, താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. വഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ ശിഖരങ്ങൾ ആകാശത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഈമാൻ എന്നത് അതിനൊരുപാട് ശാഖകളുണ്ട്, ശിഖരങ്ങളുണ്ട്. ഒരു വലിയ മരത്തിന് ഒരുപാട് കൊമ്പുകൾ, ശിഖരങ്ങൾ നമുക്ക് കാണാം. അതുപോലെയാണ് ഈമാൻ. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ എന്നാൽ അതിന് 70ഓളം ശാഖകളുണ്ട്. ചില റിവായത്തിൽ 60ഓളം എന്നും കാണാം. അഅലാഹ, അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നത്, ഉന്നതമായത്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സാക്ഷ്യമാണ്. വഅദ്നാഹ, അതിലേറ്റവും താഴ്ന്ന ശാഖ എന്നുള്ളത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള പ്രയാസങ്ങൾ നീക്കലാണ്. ആളുകൾ നടന്നു പോകുന്ന വഴിയിലുള്ള പ്രയാസങ്ങൾ എടുത്തു നീക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ടതാണ്.
നോക്കൂ നിങ്ങൾ, ഈമാനിന് അനേകം ശാഖകളുണ്ട്. അത് ഈമാനിൻ്റെ പ്രത്യേകതയാണ്. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ആദർശമാണ് ഈമാൻ എന്നുള്ളത്. നാലാമത്തെ കാര്യം, നാലാമത്തെ ശ്രേഷ്ഠത എന്നുള്ളത് സഹോദരങ്ങളെ, ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി കഴിഞ്ഞാൽ, പാപങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നമ്മെ അത് രക്ഷപ്പെടുത്തും. നമുക്കുള്ള രക്ഷാ കവചമാണ് നമ്മുടെ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരി അവൻ വ്യഭിചരിക്കുമ്പോൾ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. ഒരു മദ്യപാനി അവൻ മദ്യപിക്കുകയില്ല, അവൻ മുഅ്മിനായിക്കൊണ്ട്. വലാ യസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് ഒരു മോഷ്ടാവ് മോഷ്ടിക്കുകയില്ല. അത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വലിയ തിന്മകളെക്കുറിച്ച് പറയുകയാണ്. ഈമാനുള്ളവനായിക്കൊണ്ട് ഒരാൾ ഇത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അയാൾക്കിത് ചെയ്യാൻ സാധിക്കുകയില്ല. ഹൃദയത്തിലുള്ള ഈമാൻ പുറമേക്ക് ഇസ്ലാമിൻ്റെ ബാഹ്യമായ ചിഹ്നങ്ങൾ ഇത്തരം ഹറാമുകളിൽ നിന്ന് അയാളെ തടയും. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ താടിയും തലപ്പാവും വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു കള്ളുഷാപ്പിൻ്റെ മുന്നിൽ പോയിട്ട് ക്യൂ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ നിൽക്കുകയില്ല. ഒരു വേശ്യാവൃത്തി നടക്കുന്ന, വ്യഭിചാരം നടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു കേന്ദ്രത്തിൽ അവിടെ പോയി അയാൾ നിൽക്കുകയില്ല. അയാളുടെ ഈമാനും ഇസ്ലാമും അയാളെ അതിൽ നിന്ന് തടയും. ഒരു ഹറാമ് നടക്കുന്ന ഒരു സ്ഥലം അയാൾ പോയി നിൽക്കുകയില്ല. എന്താണ് അയാൾക്കുള്ള തടസ്സം? അവിടെ ഹറാമുകൾ ചെയ്യുന്ന, ഹറാമിൽ ഏർപ്പെടുന്ന എല്ലാവർക്കുമുള്ള കണ്ണും കാതും കയ്യും കാലും ആരോഗ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു സത്യവിശ്വാസി അത് ചെയ്യുകയില്ല, ഒരു മുഅ്മിൻ അത് ചെയ്യുകയില്ല. എന്താണ് അയാൾ അതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത്? അയാളുടെ ഈമാനാണ്. ഞാനൊരു മുഅ്മിനാണ്, സത്യവിശ്വാസിയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് എന്ന ഒരു ഉൾവിളി അയാളെ അതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തിന്മ നോക്കൂ നിങ്ങൾ, തിന്മകൾ നോക്കൂ. വ്യഭിചാരം, മദ്യപാനം, മോഷണം, മറ്റുള്ളവൻ്റെ സമ്പത്ത് അതിലേക്ക് കൈ നീളുമ്പോൾ മുഅ്മിനായ ഒരാൾക്ക് ഇതിന് സാധിക്കുകയില്ല. കാരണം അന്യായമായ സമ്പത്ത് എനിക്ക് വേണ്ടതില്ല, എനിക്ക് ഹലാല് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് അയാളുടെ ഈമാനാണ് അതിൽ നിന്ന് അയാളെ തടയുന്നത്. അള്ളാഹു മുഅ്മിനീങ്ങളോടും അള്ളാഹുവിൻ്റെ റസൂലുമാരോടും പറഞ്ഞിട്ടുണ്ട്, കുലൂ മിന ത്വയ്യിബാത്ത്, നിങ്ങൾ വിശിഷ്ടമായത്, ഹലാലായത് തിന്നണം. ഇപ്പം ഹറാമായ പ്രവൃത്തികൾ, ഇതിൽ നിന്നെല്ലാം സഹോദരങ്ങളെ ഈമാൻ ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തും. അത് ഈമാനിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. യഥാർത്ഥ ഈമാൻ ഹൃദയത്തിലുണ്ടോ നമ്മെ അത് തടഞ്ഞു നിർത്തും. അത് ഈമാനിൻ്റെ മഹത്തായ ഒരു ശ്രേഷ്ഠതയാണ്. അഞ്ചാമത്തെ ഈമാനിൻ്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ്, ഈമാൻ എന്നത് അതിൻ്റെ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹവും അനുകമ്പയും ഐക്യവും ഒക്കെ ഉണ്ടാക്കുന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ പരസ്പരം കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ ഉദാഹരണം ഒരൊറ്റ ശരീരത്തിൻ്റെ ഉദാഹരണമാണ്. ഇദശ്തകാ മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദി
ബിസ്സഹരി വൽ ഹുമ്മ. ശരീരത്തിലെ ഒരു അവയവത്തിന് വല്ല പ്രയാസവും വല്ല രോഗവും ബാധിച്ചാൽ ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങളെല്ലാം ഉറക്കമൊഴിച്ചുകൊണ്ടും പനിച്ചുകൊണ്ടും അതിനോട് പ്രതികരിക്കും. മുഅ്മിനീങ്ങൾ ലോകത്തുള്ള ഏത് മുഅ്മിനാവട്ടെ അവരൊക്കെ ഈ വാക്കിൽപ്പെട്ടു. അത് ആഫ്രിക്കയിലാവട്ടെ, അന്റാർട്ടിക്കയിലാവട്ടെ, ഏത് നാട്ടിലാവട്ടെ, അള്ളാഹുവിൽ ഈമാനുള്ള വിശ്വാസിയാണോ അവരെല്ലാവരും ഇതിൽപ്പെട്ടു. ഒരൊറ്റ ശരീരം പോലെയാണ്. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം, അവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമാണ്. ഒരൊറ്റ ശരീരം പോലെയാണ്. എന്താണ് പ്രിയമുള്ളവരെ നമ്മെ ഈ ഐക്യപ്പെടുത്തിയത്? എന്താണ് ഐക്യപ്പെടുത്തിയത്? ഈമാൻ എന്ന ഈ കാര്യമാണ്. ഈ ബലവത്തായ പാർശ്വമാണ്, കയറാണ്. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ശരി അവൻ എൻ്റെ സഹോദരനാണ് എന്നെനിക്ക് പറയാൻ സാധിക്കുന്നത്. രക്തബന്ധങ്ങളെക്കാൾ ഒരുപക്ഷെ ഈമാനികമായ ബന്ധങ്ങളുണ്ടാകും. അതിനായിരിക്കും കൂടുതൽ മധുരമുണ്ടാവുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മഹത്തായ കാര്യമാണ്. ഈമാൻ കൊണ്ടാണ് അത് കിട്ടുന്നത്. ബാക്കി എന്തിൻ്റെ പേരിൽ ആളുകൾ ഐക്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടോ അതിൽ ബറക്കത്തുണ്ടാകും. ദുനിയാവിൻ്റെ ആളുകൾ കൂട്ടുകൂടാറുണ്ട്, വലിയ സ്നേഹിതന്മാരായി കഴിഞ്ഞുകൂടാറുണ്ട്. പക്ഷെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വമ്പിച്ച ഭിന്നിപ്പിലും പ്രശ്നത്തിലും ഒരു വേള കൊലപാതകത്തിലും വരെ ആയിപ്പോകും. എന്നാൽ ഈമാനിൻ്റെ പേരിൽ സ്നേഹിച്ച സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിൻ്റെ കാര്യത്തിലും അവർക്ക് ഭിന്നിക്കാനില്ല, തെറ്റാനില്ല. ഇതിൻ്റെ പേരിലല്ലാതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാതെ. ഒരാൾ എത്ര കണ്ട് ഈമാൻ ഉൾക്കൊണ്ടോ, എത്ര കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് അയാളോട് സ്നേഹമായിരിക്കും. അതിൽ നിന്ന് പിന്നോട്ടടിക്കുമ്പോഴാണ് നമുക്ക് അയാളുമായി പ്രയാസമുണ്ടാവുക. മാനദണ്ഡം ഈമാനാണ്. സ്നേഹത്തിൻ്റെയും അകൽച്ചയുടെയും മാനദണ്ഡം ഈമാനാണ്. ഇത് സഹോദരങ്ങളെ ഈമാനിൻ്റെ പ്രത്യേകതയാണ്. ആ വാക്കിൻ്റെ, ആ ആദർശത്തിൻ്റെ പ്രത്യേകതയാണിത്. രണ്ടു മനസ്സുകൾ ഏതോ നാട്ടിലുള്ള ഏതോ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വളർന്ന് കുറേ കാലം ജീവിച്ച് ഈമാനിൻ്റെ പേരിൽ കണ്ടുമുട്ടിയ ആളുകൾ ഒരൊറ്റ കണ്ടുമുട്ടലിൽ തന്നെ അവർ സഹോദരങ്ങളായി മാറുന്നു. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ. മുഹാജിറുകൾ സ്വന്തം സ്ഥലം വിട്ട് അൻസാറുകളുടെ അടുക്കലേക്ക് മദീനയിലേക്ക് വന്നപ്പോൾ അവർ തങ്ങളുടെ കരൾ പറിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. സമ്പത്തിൻ്റെ പകുതി കൊടുക്കാൻ തയ്യാറായ ആളുകളുണ്ട്. ഭാര്യമാർ അവരിൽ ആരെ വേണമെന്ന് വന്ന മുഹാജിറായ മനുഷ്യന് തിരഞ്ഞെടുക്കാം, തൊലാഖ് ചൊല്ലിക്കൊടുക്കും, വിവാഹം ചെയ്യാൻ. വന്ന ആൾ അയാൾക്കിഷ്ടപ്പെട്ട ഇയാളുടെ ഭാര്യയെ തൊലാഖ് ചെയ്ത് കൊടുക്കും. 3 പേരുണ്ടെങ്കിൽ ആ 3 പേരെ നോക്കിയിട്ട് ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവളെ സ്വീകരിക്കാം. സുബ്ഹാനല്ലാഹ്, എന്താണ് അവരെ അതിലേക്ക് എത്തിച്ചത്? ഈ കലിമത്താണ്, ഈ ആദർശമാണ്, ഈമാനാണ്. അത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് പറയാൻ എളുപ്പമാണ്, പറയാനും പ്രസംഗിച്ചു വെക്കാൻ എളുപ്പമാണ്. ഇത്രയും എളുപ്പമുള്ള കാര്യം വേറെ ഉണ്ടാവില്ല. പക്ഷേ ഈമാനുള്ള ആളുകളോട് നമുക്ക് ആ അടുപ്പവും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാവണം. അതുണ്ടാവണം, അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഏതുവരെ?
അവനവൻ്റെ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നോ അത് തന്നെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം. എനിക്ക് ഞാൻ എന്തൊക്കെ നന്മകൾ ഇഷ്ടപ്പെടുന്നോ അതെല്ലാം ഞാൻ എൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. എനിക്ക് മാത്രം ഇട്ടുണ്ട്, വേറെ ആർക്കും കിട്ടരുത് എന്ന് എനിക്ക് വിചാരിക്കാൻ പാടില്ല. ഈമാൻ പൂർത്തിയാവുകയില്ല. നമ്മുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അത് നമ്മുടെ സഹോദരങ്ങൾക്കും ആഗ്രഹിക്കണം. ഇത് സഹോദരങ്ങളെ ഒരാൾ ഉൾക്കൊണ്ടാൽ എത്ര സ്നേഹത്തിലും കാരുണ്യത്തിലുമായിരിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മദ്ഹബി പക്ഷപാതിത്വവും പരസ്പരമുള്ള ഭിന്നിപ്പും ഛിദ്രതയും. അത് ഇന്നത്തെ കാലത്ത് വേറെ രൂപത്തിലാണ്. അവനവൻ്റെ പാർട്ടിയിൽ ഇല്ലാത്തവരോട് പ്രത്യേകം ഒരു വൈരാഗ്യം, അതല്ലെങ്കിൽ അവനവൻ്റെ നിലപാടുകളോട് യോജിക്കാത്തവരോട് വൈരാഗ്യം, പ്രയാസം പാടില്ലാത്തതാണ്. വൈജ്ഞാനികമായ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും ഉണ്ടാകും. പക്ഷെ അതൊന്നും അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുടെ മേഖലകളിൽ നമ്മുടെ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കരുത്. ഫിഖഹിയായ മസ്അലകളിൽ ചെറിയൊരു കാര്യത്തിലാണ് വലിയ രണ്ട് സംഘങ്ങളായി ആളുകൾ പിരിയുക. ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും, വെറുതെ ആയിരിക്കും, തന്നിൽ നിന്നുണ്ടാക്കിയതായിരിക്കും. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് അവർ അള്ളാഹു അല്ലാത്തവരെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള പല ആളുകൾ അതിൻ്റെ പേരിൽ സംഘങ്ങളായി വലിയ കക്ഷികളായി വേർപിരിഞ്ഞു. ഇത് സഹോദരങ്ങളെ ഈമാനിനെക്കുറിച്ച് നമ്മൾ പഠിക്കാത്തത് കൊണ്ടും അത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ തൊണ്ടക്ക് താഴെ ഉള്ളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടുമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരാളുടെയും ഈമാൻ അളക്കാൻ നമ്മൾ ആളല്ല, പക്ഷേ പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ നമുക്കങ്ങനെയാണ് തോന്നിപ്പോകുന്നത്. അള്ളാഹുവിൽ അഭയം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഈമാനിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. ഈമാൻ എന്ന കാര്യമാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇണക്കവും ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കി തരുന്നത്. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈമാൻ എന്നത് ഈമാനിൻ്റെ ആളുകൾക്കിടയിൽ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ തന്നെ അവർ ജീവിച്ചിരിക്കുന്നവരായാലും ശരി മരണപ്പെട്ടവരായാലും ശരി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനും കാരുണ്യത്തിന് വേണ്ടി ചോദിക്കാനും പ്രേരിപ്പിക്കുന്നു. അള്ളാഹു അതാ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ആളുകൾ, അഥവാ ഇത് സ്വഹാബികളെ കുറിച്ചാണ് പറഞ്ഞത്. സ്വഹാബികൾക്ക് ശേഷം വന്ന ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, ഇതെല്ലാവർക്കും ബാധകമാണ്. അവർക്ക് ശേഷം ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇത് ബാധകമാണ്. അഥവാ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുള്ള പ്രാർത്ഥനയാണിത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ആളുകൾ, യഖൂലൂൻ, അവർ പറയും, അവർ പ്രാർത്ഥിക്കും, റബ്ബന ഇഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. പ്രാർത്ഥനയിൽ ആദ്യം അവനവൻ്റെ കാര്യം പറയുക എന്നതാണ് മര്യാദ. സ്വന്തം കാര്യം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. വലി ഇഖ്വാനിന, നമ്മുടെ സഹോദരങ്ങൾക്കും. ഏതാണ് നമ്മുടെ സഹോദരങ്ങൾ? അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് നമ്മെ മുൻകടന്നു പോയവർ, അഥവാ മരണപ്പെട്ടു പോയവർ, നമ്മുടെ ആദർശ ബന്ധുക്കൾ, നമ്മുടെ ഉറ്റമിത്രങ്ങൾ. അല്ലാഹുവേ നമുക്ക് നീ പുറത്തു നൽകുന്നത് പോലെ അവർക്കും പുറത്തു കൊടുക്കണേ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവിടെ തീർന്നില്ല. വലാ തജ്അൽ, അല്ലാഹുവേ നീ ആക്കിക്കളയരുത്, ഫീ ഖുലൂബിന, നമ്മുടെ ഹൃദയങ്ങളിൽ, ഗില്ലൻ ലില്ലദീന ആമനു, തൊട്ടു മുന്നേ പറഞ്ഞ മുഅ്മിനീങ്ങളായ ആളുകളോടുള്ള വെറുപ്പും വിദ്വേഷവും പകയും
ഒന്നും അല്ലാഹുവേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കല്ലേ. നോക്കണം, എത്ര മഹത്തായ ദുആ ആണിത്. നമുക്ക് മുന്നേ ഈമാൻ കൊണ്ട് കടന്നുപോയ, നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, നമ്മൾ അറിയുക പോലുമില്ല, പക്ഷേ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. കോടാനുകോടി വരുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരും അതിൽപ്പെട്ടു. നമുക്ക് എത്ര ആൾക്കാരെ അറിയാം? കുറച്ച് ആൾക്കാരല്ലേ നമുക്കറിയുള്ളൂ. നമ്മളറിയാത്ത, നമുക്ക് മുന്നേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായ വിശ്വാസികളായ ആളുകളെ എല്ലാം നമ്മുടെ ആ പ്രാർത്ഥനയിൽ നമ്മൾ കൊണ്ടുവന്നു, നമ്മൾ ഉൾപ്പെടുത്തി. അതുപോലെയാണ് ഇത് ഈ പ്രാർത്ഥന. അവർക്ക് വേണ്ടി കാരുണ്യത്തിന് നമ്മൾ ചോദിക്കുന്നു. അവരോടൊരു വെറുപ്പുണ്ടാക്കല്ല റബ്ബേ. ഇതിൽ ഒന്നാമത്തെ സ്വഹാബികളാണ്. സ്വഹാബികളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ തൗഫീഖ് കിട്ടിയ മഹാന്മാരായ ആളുകളോട് അള്ളാഹുവേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പും ഉണ്ടാക്കല്ലേ. അവർക്ക് ശേഷം ആരൊക്കെയുണ്ട്? മുഅ്മിനീങ്ങളായ എല്ലാവരോടും ഈ നിലപാടാണ്. എന്താണിത് പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ഘടകം? ഈമാനാണ്. നമ്മൾ മുഅ്മിനീങ്ങളായതുകൊണ്ടാണ് ആ ഈമാൻ നമുക്ക് മുന്നേ സ്വീകരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തത്. അത് ഈമാനിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ. എട്ടാമത്തെ കാര്യം, ഈമാൻ എന്നത് സഹോദരങ്ങളെ, അത് യഥാർത്ഥ രൂപത്തിൽ നമ്മൾ ഉൾക്കൊണ്ടാൽ ഇസ്തിഖാമത്ത്, അമലുകളിലുള്ള കർമ്മങ്ങളിലുള്ള സ്ഥിരത, മരിക്കുന്നതുവരെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകും. നമ്മുടെ വിശ്വാസം ശരിയാക്കണം. നമ്മുടെ ഈമാൻ കൃത്യവും വ്യക്തവുമായിരിക്കണം. സഹീഹായ ശരിയായ വിശ്വാസമായിരിക്കണം. ഒരു പിഴവുമില്ലാത്ത വിശ്വാസമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈമാൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ശ്രേഷ്ഠതയാണ് ഇസ്തിഖാമത്ത്, സ്ഥിരത, സ്ഥൈര്യം എന്നുള്ളത്. സുഫിയാൻ ഇബ്നു അബ്ദില്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരിക്കൽ ചോദിച്ചു, ഖുൽ ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, ഓ നബിയെ, ഇസ്ലാമിലെ ഒരു വാക്ക് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ എന്നോട് പറഞ്ഞാലും എനിക്ക് പറഞ്ഞു തന്നാലും. എങ്ങനെയുള്ള വാക്കാണത്? ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്, താങ്കൾക്ക് ശേഷം വേറൊരാളോടും ചോദിക്കേണ്ടി വരാത്ത രൂപത്തിലുള്ള മഹത്തായ ഒരു വാക്കായിരിക്കണം അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ഇസ്തഖിം, എന്നിട്ട് നേരെ ചൊവ്വെ നിലകൊള്ളുക, കൃത്യമായി ഇബാദത്തുകളിൽ ഏർപ്പെടുക. അത് മതിയായതാണ്. നോക്കൂ, ഈമാൻ എന്നത് നമുക്ക് ഇസ്തിഖാമത്ത് നൽകും. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തും. ഈമാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയുറച്ചതായിരിക്കണം. ഈമാൻ എന്നത് ആടി ഉലയാൻ പാടുള്ളതല്ല. ആശയക്കുഴപ്പങ്ങൾക്ക് നടുവിലായി പോകരുത്. കൃത്യമായിരിക്കണം. യഖീനുള്ള ഈമാനായിരിക്കണം. അവരങ്ങനെ പറയുന്നുണ്ടോ, എന്നാൽ അതും ശരി. ഇവരിങ്ങനെ പറയുന്നുണ്ടോ, അതും ശരി. മറ്റവൻ എന്താ പറയുന്ന, അതും ശരി. അത് മരണസമയത്ത് നമ്മൾ പിടികൂടും. അതുകൊണ്ടാണ് ശരിയായ വിശ്വാസത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നത്. എല്ലാറ്റിനും പോയി കാത് വെച്ചു കൊടുക്കുക എന്നത് നമുക്ക് അനുയോജ്യമല്ല, പാടില്ലാത്തതാണ്. പഠിക്കേണ്ടത് പഠിക്കണം. പഠിക്കേണ്ടത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. എന്നിട്ടത് ഉൾക്കൊള്ളണം. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. എങ്കിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്നുള്ളതാണ്. ഒൻപതാമത്തെ ഈമാനിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, ഈമാൻ എന്നത് ഒരു മനുഷ്യന് ഭംഗിയും അലങ്കാരവും അതുപോലെ ആസ്വാദനവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഖ തഅമൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം നുകർന്നിരിക്കുന്നു. ആ വാക്ക് നോക്കൂ നിങ്ങൾ, ഈമാനിൻ്റെ മാധുര്യം.
നുകർന്നിരിക്കുന്നു. ഏതാണ് ഈ മാധുര്യം? പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുനിയാവിലെ എത്ര സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഭക്ഷിച്ചാലും കിട്ടാത്ത ആസ്വാദനമാണിത്. ദുനിയാവിലെ എത്ര വലിയ ഭക്ഷണം, എത്ര വിശിഷ്ടമായ ഭക്ഷണം, എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചാലും കിട്ടാത്ത ആസ്വാദനമാണ് ഈ പറഞ്ഞ ആസ്വാദനം. എപ്പോഴാണ് ഒരാൾക്കത് കിട്ടുക? മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരാണോ അള്ളാഹുവിനെ തൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവൻ്റെ അടിമകളായി തീരുക. അങ്ങനെ ഒരാൾ അള്ളാഹു മതി എന്ന് വിശ്വസിച്ചാൽ, അതിലായി അങ്ങനെ ജീവിച്ചാൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം നുകരാൻ സാധിക്കും. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടാൽ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, ഈ ദീനിൽ അന്തസ് കണ്ടുകൊണ്ട് അത് മുറുകെ പിടിച്ച് ജീവിക്കലാണത്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും ഒരാൾ തൃപ്തിപ്പെട്ടാൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് ഈമാനിൻ്റെ മാധുര്യം കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ഈമാനിൻ്റെ മാധുര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഭക്ഷണങ്ങളിലുള്ള അല്ലെങ്കിൽ പാനീയങ്ങളിലുള്ള രുചി വ്യത്യാസം പോലെയല്ല ഈ പറഞ്ഞത്. ഇതിന് വലിയ ആസ്വാദനമാണ്. നമ്മൾ പരിശോധിക്കേണ്ടതാണ്, നമ്മളാണ് പരിശോധിക്കേണ്ടത്. നമുക്കെപ്പോഴെങ്കിലും ഈ പറഞ്ഞ മാധുര്യം കിട്ടിയിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. യഥാർത്ഥത്തിൽ ഈമാൻ കൊണ്ട് ഒരാൾക്ക് അത് കിട്ടും, കിട്ടേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, ആരിലാണോ അതുള്ളത്, വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ആ 3 കാര്യങ്ങൾ കാരണത്താൽ അയാൾക്ക് ഈമാനിൻ്റെ ഹലാവത്ത്, മാധുര്യം കണ്ടെത്താൻ സാധിക്കും, ഈമാനിൻ്റെ മാധുര്യം ലഭിക്കും. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? മൻ കാന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കും. അതിലൊന്നാമത്തേത് മൻ കാന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഒരാൾക്ക് അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുക. അങ്ങനെ ആർക്കാണോ സാധിക്കുന്നത് അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം കിട്ടിയിരിക്കുന്നു. രണ്ടാമത്തേത് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു, അതായത് സഹോദരങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം, അത് ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഒരാൾ സ്നേഹിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യം, നമ്മുടെ സ്നേഹബന്ധം, നമ്മുടെ സ്നേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം. അതൊരാളിലുണ്ടായാൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിച്ചു. മൂന്നാമത്തേത് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കുഫ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് ശേഷം വീണ്ടും ആ കുഫ്റിലേക്ക് മടങ്ങുക എന്നുള്ളത് ഒരാൾക്ക് വെറുപ്പുണ്ടാക്കുക, ഇനി കുഫ്റിലേക്ക് തിരിച്ചു പോവുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാതിരിക്കുക. ഏതുപോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെടാൻ ഒരാൾ എപ്രകാരം അനിഷ്ടം കാണിക്കുന്നുവോ, വെറുപ്പ് കാണിക്കുന്നുവോ, അതുപോലെ കുഫ്റിലേക്ക് തിരിച്ചു മടങ്ങുന്നത് ഒരാൾക്ക് അങ്ങേയറ്റം അനിഷ്ടമാണ്, വെറുപ്പാണ്.
ഈ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഒരു ദുആ നമുക്ക് കാണാം. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ. അല്ലാഹുവേ, ഈമാനിൻ്റെ അലങ്കാരം കൊണ്ട് നീ ഞങ്ങളെ അലങ്കരിക്കണമേ. നോക്കൂ, ഈമാനിൻ്റെ അലങ്കാരം. ഈമാനിന് അലങ്കാരമുണ്ട്, അതിന് മാധുര്യമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, നീ ഞങ്ങളെ അലങ്കരിക്കണേ. സഹോദരങ്ങളെ, ഈമാനാണ് നമുക്കെല്ലാ അലങ്കാരവും നൽകുന്നത്, എല്ലാ മഹത്വവും നൽകുന്നത്, എല്ലാ ശ്രേഷ്ഠതയും നൽകുന്നത്. വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, ഹിദായത്തുള്ള സന്മാർഗമുള്ള സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അവിടുത്തെ പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെല്ലാം ഈമാനിൻ്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതും ഇതല്ലാത്തതുമായ ധാരാളം പ്രത്യേകതകളുള്ള ശ്രേഷ്ഠതകളുള്ള മഹത്തായ ഒരു കാര്യമാണ് ഈമാൻ എന്ന മഹത്തായ ഒരു കാര്യമാണ് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ശ്രേഷ്ഠതകൾ പറയുമ്പോഴാണ് നമുക്കതിനോട് കൂടുതൽ താല്പര്യവും അടുപ്പവും ഉണ്ടാവുക. ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി വർണ്ണിച്ചാൽ നമുക്കതിനോട് പ്രത്യേകം ഒരു അടുപ്പമുണ്ടാകും, താല്പര്യമുണ്ടാകും. അതുകൊണ്ടാണ് അമലുകളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അനേകം തെളിവുകൾ നമുക്ക് കാണാം ശുദ്ധ ഖുർആനിലും സുന്നത്തിലുമെല്ലാം. അത് അല്ലാഹു നമുക്ക് അറിയിച്ചു തന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അതിലേക്ക് നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയാണ്. ഈമാനിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായാൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ഈ ശ്രേഷ്ഠതകൾ പഠിക്കുമ്പോൾ സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ എന്നത് യസീദു വയൻഖുസ്, കൂടുകയും കുറയുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലഖു സൗബൽ ഖലിഖ്. വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഈമാൻ നുരുമ്പിപ്പോകും. ഈമാൻ ഹൃദയങ്ങളിൽ നിന്നില്ലാതെയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ കുറിച്ച് പറഞ്ഞില്ലേ, ഫതാല അലൈഹിമുൽ അമദ്, കാലങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം ബാധിച്ചു. അവരിൽ ഒരുപാട് ആളുകൾ അധർമ്മകാരികളായി മാറി. ഈമാൻ സഹോദരങ്ങളെ, അതിന് വെള്ളവും വളവും നൽകിയില്ലെങ്കിൽ അത് കുറഞ്ഞ് ഇല്ലാതായി പോകും. ഒരു വേള അതിൽ നിന്ന് തെറിച്ചു പോകും. ഈമാൻ വർദ്ധിക്കും, അതുപോലെ ഈമാൻ കുറയും. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. ഈമാൻ വർദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ ചുരുക്കി സൂചിപ്പിക്കട്ടെ. അതിലൊന്നാമത്തേത് ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. അറിവ് നേടുക, ശർഈയായ വിജ്ഞാനം നേടുക, നമ്മൾ പഠിക്കണം. അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച്, അതിലെ ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യണം. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ നമ്മൾ അറിയണം ആരാണ് നമ്മുടെ റബ്ബ്, ആരാണ് അള്ളാഹു, എന്താണ് അവൻ്റെ വിശേഷണങ്ങൾ. അതുപോലെ തന്നെ നമ്മളുള്ള ഈ ദീൻ, അതിൻ്റെ നന്മകളെക്കുറിച്ച് നാം തിരിച്ചറിയണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും മുൻഗാമികളായ നല്ലവരായ ഇമാമിങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ ഓർക്കണം, പഠിക്കണം. ശരിയായ സ്രോതസ്സുകളിലൂടെ നമ്മൾ കേൾക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും വേണം. ഇതെല്ലാം നമ്മുടെ ഈമാൻ നിലനിർത്താനുള്ള, വർദ്ധിപ്പിക്കാനുള്ള ചില കാര്യങ്ങളാണ്. നമ്മുടെ ഈമാനിനെ കുറച്ച് കളയുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമത്തത് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. പണ്ടും പണ്ടേ പഠിച്ചത് അത് അവിടെ തന്നെ ഉണ്ടാവും. അതിൽ നിന്നൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാതിരിക്കുക എന്നത് പാടില്ലാത്തതാണ്. പലതും നമ്മൾ പഠിച്ചത് തെറ്റായിരിക്കും. പഠിച്ചുകൊണ്ടേയിരിക്കണം. അജ്ഞത ഒരാളെ നശിപ്പിക്കും. ദീനിലുള്ള അജ്ഞത എന്നത് സഹോദരങ്ങളെ ഒരാളുടെ ഈമാൻ കുറച്ചു കളയും, ഇല്ലാതാക്കി കളയും.
ഈമാനിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകും. നിങ്ങൾ നോക്കൂ, ലോകത്ത് നടന്ന എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ജഹ്ലാണ്, അജ്ഞതയാണ്. ശിർക്ക് മുതൽ ഇങ്ങോട്ട് ഏതൊക്കെ തിന്മയുണ്ടോ അതെല്ലാം അജ്ഞത കൊണ്ടാണ്, പഠിക്കാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ആഘാതത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇന്ന് ഈ പരിസര പ്രദേശത്ത് ഇന്ന് നടക്കുന്ന, പുറത്തിറങ്ങിയാൽ അതിൻ്റെ ശബ്ദകോലാഹലങ്ങൾ കുറച്ച് നേരത്തെ വരെ കേട്ടിരുന്നു. നേർച്ച എന്ന പേരിൽ 60ാമത് കട്ടുപ്പാറ നേർച്ച എന്നു പറഞ്ഞ് ഒരു പരിപാടി പുറത്ത് നടക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഇബാദത്തുകളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ആ കാണുന്ന ജനങ്ങൾ ഇസ്ലാമിലുള്ള ഒരു ഇബാദത്തിൻ്റെ പേരിൽ ഇതര മതസ്ഥർ കാണിക്കുന്നത് പോലെ ഉത്സവം പോലെ ആക്കിയിട്ട് അത് മാറ്റിയത്. വലിയ വലിയ ഫ്ലക്സുകൾ വരുന്ന വഴിയിൽ കണ്ടു. അതിൽ കണ്ട ഒരു രൂപമാണ് ഒരു ഗൊറില്ലയുടെ ചിത്രം. എന്നിട്ടത് നേർച്ച എന്ന പേരിൽ ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇസ്ലാമിൽ സഹോദരങ്ങൾ ഏതെങ്കിലും ഒരു ഇബാദത്തിലുണ്ടോ കുരങ്ങന്മാരെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടി? 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഈ പറഞ്ഞ ഗൊറില്ലയെ പുറത്തു നിർത്തോ പള്ളിൻ്റെ മുറ്റത്ത്? ആലോചിച്ച് നോക്കണം. എത്ര എത്ര ചെറുപ്പക്കാരാണ്, യുവാക്കൾ, അവർ നടു റോട്ടിൽ ആഘോഷിക്കുകയാണ്. ബാൻഡും പാട്ടും താളവും മേളവുമായി വരുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ്. ചിലപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് തമാശ തോന്നും. ഇന്ന് മരിച്ചു പോവുകയാണെങ്കിൽ ഒരവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ആട്ടവും പാട്ടും തോന്നിയവാസവും നടു റോട്ടിൽ റോഡ് ബ്ലോക്ക് ചെയ്യലും ഒക്കെ അവിടെ അവസാനിക്കും. അപ്പം മനസ്സിലാവും ഈമാനിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന്. ഇതറിയാത്തത് കൊണ്ടും പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടുമാണ് ഈ കണ്ട ജനങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ കൂടിയത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇസ്ലാമിലുള്ള ഒരു ഇബാദത്തിനെ എടുത്തു പിടിച്ചിട്ടാണ് അത് നടത്തുന്നത്. നേർച്ച ദീനിലുള്ളതാണ്. ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു ഇബാദത്താണ് നേർച്ച. ആ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഗൊറില്ലകളോ കുരങ്ങന്മാരോ പാട്ടോ ഡാൻസോ റാലിയോ ഒന്നും ഈ ദീനിലില്ല. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും നേർച്ച എന്ന പേരിൽ ഇതുപോലെ ബാൻഡ് മുട്ടിയിട്ട് മദീനയുടെ തെരുവോരങ്ങളിലൂടെ നടന്നത്? അന്ന് മൃഗങ്ങളില്ലായിട്ട് ഒട്ടകങ്ങളില്ലേ? ഇഷ്ടം പോലെ ഒട്ടകങ്ങളുണ്ടായിരുന്നില്ലേ? അന്ന് ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? സഹോദരങ്ങളെ, അജ്ഞത എന്നത് ജഹ്ല് എന്നതാണ് അവരതിലേക്ക് എത്തിച്ചത്. നമ്മളും പഠിക്കാതിരുന്നാൽ അതിലേക്ക് എത്തിപ്പോകും. അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ, അത് ജഹ്ലാണത്, അജ്ഞതയാണത്, പഠിക്കാത്തത് കൊണ്ടാണ്. അതാണ് അവർ നിഷേധിക്കാൻ കാരണമാക്കിയത്. അതുകൊണ്ട് ജഹ്ൽ എന്നത്, അജ്ഞത എന്നത് ഒരു മനുഷ്യൻ്റെ ഈമാൻ ഇല്ലാതാക്കി കളയും. ഒരു ഉദാഹരണം നിങ്ങളുടെ നാട്ടിൽ കൺമുന്നിൽ കണ്ട ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാനിനെ നശിപ്പിച്ചു കളയും അജ്ഞത എന്നുള്ളത്. അതുപോലെ തന്നെ ഗഫ്ലത്ത്, അശ്രദ്ധ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ ആലോചിക്കാതെ അശ്രദ്ധമായി ജീവിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ബോധവാന്മാരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം. അതുപോലെ അൽ ഇഅ്റാദ്, തിരിഞ്ഞളയുക എന്നത് നമ്മൾ നശിപ്പിച്ചു കളയും. ഖുർആനിലും സുന്നത്തിലും വന്ന ഒരു പ്രമാണം കേട്ടു, എനിക്ക് സാധിക്കില്ല, കുറച്ച് ചെയ്യട്ടെ, ഞാനിപ്പോൾ ചെയ്താൽ അങ്ങനെ ആവൂലേ എന്ന് പറഞ്ഞ് പ്രമാണങ്ങളോട് തിരിഞ്ഞളയുക എന്നത് നിഷേധാത്മകമായ ഒരു നിലപാട് ഒരാളുടെ ഈമാൻ ഇല്ലാതാക്കി കളയും. അതുകൊണ്ടാണ് ചില ആളുകളോട് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞൊക്കെ അവിടെ കേട്ടെ, നമ്മൾ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞെന്ന് പറയും. അയാൾ ദീന് തെറിച്ചു പോവും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പാപങ്ങൾ, തിന്മകൾ എന്നത് നമ്മുടെ ഈമാനിനെ ഇല്ലാതാക്കി കളയും. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ കേട്ടില്ലേ? കള്ളു കുടിക്കുമ്പോൾ, വ്യഭിചരിക്കുമ്പോൾ, മോഷ്ടിക്കുമ്പോൾ മുഅ്മിനായിക്കൊണ്ട് ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാൻ വളരെ താഴ്ന്ന അവസ്ഥയിലായിരിക്കും. പാപങ്ങൾ
അതുപോലെ ദേഹേച്ഛ, തന്നിഷ്ടം പിൻപറ്റുക എന്നുള്ളത് ഒരാളെ നശിപ്പിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് നമ്മൾ കാണാത്ത, എന്നാൽ നമ്മളെ സദാനേരം നമ്മുടെ പിന്നാലെ കൂടി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രുവുണ്ട്, പിശാച്. ഇതെല്ലാം നമ്മുടെ ഈമാനിനെ തകർക്കാൻ നമ്മുടെ സ്വന്തം ശരീരത്തിലും പുറത്തുമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്, ചുരുക്കി പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ അത് നമ്മൾ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും, അദ്ദേഹം ആളുകളെ വിളിച്ചു പറയാറുണ്ടായിരുന്നു, ഹലുമ്മു നസ്സദ് ഈമാനൻ, വരൂ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ്, സ്വർഗനരകങ്ങളെക്കുറിച്ച് പറഞ്ഞ്, അങ്ങനെ ഈമാനിൽ വർധനവുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാം. വരൂ എന്ന് പറഞ്ഞ് സ്വഹാബികൾ ആളുകളെ ക്ഷണിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഈമാനിന് വർധനവുണ്ടാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അങ്ങനെ ഈമാൻ ഉയർന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ പരിശ്രമിക്കുക. ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുൻഗാമികൾ ദുആ ചെയ്യാറുള്ളത്, അള്ളാഹുവേ, ദുനിയാവിലെ എൻ്റെ അവസാനത്തെ ദിവസം അത് ഏറ്റവും നന്നാക്കി തരണേ. ഏറ്റവും നല്ല ഈമാൻ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കണം നമ്മൾ മരിച്ചുകൊണ്ടത്. എപ്പോഴും നമുക്കറിയോ? ഇല്ല. അതുകൊണ്ട് എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കണം. എല്ലാ സമയത്തും നമ്മളതിന് ശ്രദ്ധിക്കണം. കൃത്യമായ തീയതിയോ വർഷമോ നമുക്കറിയില്ല. അതുകൊണ്ട് സദാസമയം തയ്യാറായിരിക്കണം. ആ അവസ്ഥയിലായിരിക്കണം നമ്മൾ റബ്ബിനെ കാണേണ്ടത്. അതുകൊണ്ടാണ് മുൻഗാമികൾ പാപങ്ങളെ ഭയന്നത്, തിന്മകളെ ഭയന്നത്, പേടിച്ചത്. അതുകൊണ്ടാണ് ചിലപ്പോൾ അത് ചെയ്യുമ്പോഴായിരിക്കും മരിച്ചു പോകുന്നത് എന്നാണ് അവരെ ഭയപ്പെടുത്തിയത്. ഈമാൻ ദുർബലപ്പെട്ട് കിടക്കുമ്പോൾ ഒരാൾക്ക് മരണം ആസന്നമായാൽ അതിൻ്റെ കൂടെ തന്നെ പിശാച് സർവ്വസന്നാഹവുമായി കടന്നു വരും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ ആ സമയത്താണ് പിശാച് അവൻ്റെ സർവ്വസന്നാഹങ്ങളുമായി ഒരടിമയിലേക്ക് വരിക. ആ സമയത്ത് ഒരാളെ കിട്ടിയാൽ പിന്നെ അവൻ്റെ കഥ കഴിഞ്ഞു. ആ സമയത്ത് ഈമാൻ ഉൾക്കൊണ്ട, ഈമാൻ അടിയുറച്ച, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ഒരാൾ, രഹസ്യവും പരസ്യവും നന്നാക്കിയ ഒരാൾ ഉറച്ചു നിൽക്കാൻ അയാൾക്ക് സാധിക്കും. അള്ളാഹു അയാൾ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെയുള്ള ഒരാൾക്ക് സൂഉൽ ഖാത്തിമ ഉണ്ടാവുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ നമ്മൾ കേട്ടിട്ടുമില്ല. എന്നാൽ ഒരാളുടെ അഖീദ ഫസാദായി പോയി, പ്രവർത്തനങ്ങൾ മോശമായി പോയി എങ്കിൽ അവസാന നിമിഷത്തിൽ പിശാച് അയാളെ തട്ടി വീഴ്ത്തും. ആ വീഴൽ പിന്നീട് അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത വീഴലായിരിക്കും. അവസാനത്തെ വീഴലായിരിക്കും അത്. പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല. ഒരാൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ കാല് തന്നെ താഴെ വീണാൽ എങ്ങനെ ഉണ്ടാവും? ചവിട്ടുകൊണ്ട് മരിക്കാന്നേ ഉള്ളൂ. പിന്നെ എഴുന്നേൽക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. അതിനേക്കാൾ അപകടമാണ് പിശാച്, ശൈത്താൻ അവസാനം സർവ്വസന്നാഹങ്ങളുമായി വരുന്ന ആ രംഗം. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ അത് അമൂല്യമാണ്. അത് അമൂല്യമാണ്. മറ്റെല്ലാം നമുക്ക് പകരം നിൽക്കും. എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും, ആര് നഷ്ടപ്പെട്ടാലും വേറൊന്നുണ്ടാവും ദുനിയാവിൽ പകരം. പക്ഷെ ഈമാൻ നഷ്ടപ്പെട്ടാൽ അതിന് പകരമായി മറ്റൊന്നുമില്ല. ഈമാനിന് പകരം ഈമാൻ അല്ലാതെ മറ്റൊന്നുമില്ല, വേറൊന്നും പകരമില്ല. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ എന്നെയും നിങ്ങളെയും അതിന് സഹായിക്കുമാറാവട്ടെ. ഈമാനിലായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.